അപ്പോൾ ഫ്രഷ് അലോവേരയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് എണ്ണ കാച്ചാം. ഇത് നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. ഈ ഒരു എന്താ പറയാ, ഇങ്ങനെ കിരികിരി ആ ഒരു സൗണ്ട് വരണം. ഇതാണ് ഇതിന്റെ പാകം. ഹേ വൈഡിയേഴ്സ്, അപ്പോൾ നമുക്കിന്ന് എണ്ണ കാച്ചാം. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്രഷ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാത്ത വീഡിയോയിലോട്ട് പോകാം. കറിവേപ്പിലയുണ്ട്, ഇവിടെ നീലമരി ഉണ്ട്, കയ്യോന്നി ഉണ്ട്, മൈലാഞ്ചി ഉണ്ട്. എല്ലാ സംഭവങ്ങളും സെറ്റാണ് കേട്ടോ. അപ്പോൾ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് കാച്ചുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞെണ്ണി, നീലമരി, നെല്ലിക്ക, കറിവേപ്പില, മൈലാഞ്ചി, അലോവേര 6 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. എല്ലാം ഒരു പിടി വീതമാണ് എടുത്തിരിക്കുന്നത്. അത്രയും മതി, അതാണ് അതിന്റെ കറക്റ്റ് അളവ്. നമുക്കിതൊക്കെ കഴുകി വൃത്തിയാക്കാം കേട്ടോ. ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം, എന്നിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിൽ മൈലാഞ്ചി ആയിക്കോട്ടെ, നീലമരി ആയിക്കോട്ടെ, എല്ലാത്തിലും പൊടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണ്ട. എന്നിട്ട് നമുക്കത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ച് റെഡിയായി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് തുണി യൂസ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് അത് അരിച്ച് അതിൻ്റെ കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഇതാക്കി എടുക്കണം, എന്താ പറയുക, പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ആ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. പിന്നെ കഞ്ഞെണ്ണി, നമ്മൾ കഞ്ഞെണ്ണി, കയ്യോന്നി എന്നൊക്കെ പറയുന്ന സംഭവം സെപ്പറേറ്റ് വാഷ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇലയാണ് എടുക്കേണ്ടത്. തണ്ട് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ അരച്ച് കിട്ടില്ല. പിന്നെ നെല്ലിക്കയാണ്. നെല്ലിക്ക നമ്മൾ സെപ്പറേറ്റ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അലോവേരയും അതുപോലെ തന്നെയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം അരിച്ച് വൃത്തിയാക്കി അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ ചേർത്ത് കൊടുക്കാം. ഇത് വന്നിട്ട് മൈലാഞ്ചി, നീലമരി, കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി അടിച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുത്തതാണ്. ഞാൻ ഡയറക്റ്റ്ലി നമ്മൾ അരച്ചിട്ട് എണ്ണയിലിട്ട് കാച്ചിയെടുക്കുന്നതല്ല, എല്ലാത്തിൻ്റെയും ജ്യൂസ് എടുത്തിട്ട് എന്താ പറയുക, എണ്ണയിൽ ഇട്ട് കാച്ചിയെടുക്കുന്നതാണ്. അപ്പം നമുക്ക് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് നെല്ലിക്കയാണ്. നെല്ലിക്ക കുരു കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തതാണ്. ഇത് വന്നിട്ട് അലോവേരയുടെ ജ്യൂസാണ്. അലോവേര, ഫ്രഷ് അലോവേര കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷമുള്ള ജ്യൂസാണ്. അപ്പോൾ ഇത്രയേ വേണ്ടൂ. ഇനി നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് നോക്കാം. അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് എപ്പോഴും ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. വിറകടുപ്പിലാണ് എണ്ണ കാച്ചുന്നത്. ഈ ജ്യൂസൊക്കെ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ച എല്ലാ ജ്യൂസും അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി നല്ല കുറുക്കി എടുക്കണം. ഇതൊരു ലോങ് പ്രോസസ്സാണ് കേട്ടോ. നന്നായിട്ടത് കുറുക്കി എടുക്കണം. കുറേ സമയം എടുക്കും. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല, ഞാൻ കുറേ സമയം എടുത്തിട്ട് അത് കുറുക്കി എടുത്തതാണ്. ഇത് വന്നിട്ട് നമ്മുടെ വലിയമായി കാച്ചി തരുന്ന ആ ഒരു അതേ രീതിയിൽ നമ്മൾ കാച്ചിയെടുക്കുന്നതാണ്. പിന്നെ അപ്പോൾ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനം, ചെയ്യാനായിട്ടെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി പനങ്കുല പോലെ വളരും എന്നൊന്നുമില്ല. ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കാം, അത്രേ. പിന്നെ മോൾക്ക് ഇതാണ് കേട്ടോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അവൾക്ക് ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം ഹെയർ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവൾക്ക് എനിക്ക് തോന്നുന്നു ഞാൻ 1 വയസ്സ് മുതൽ തേച്ച് തുടങ്ങിയിട്ടുണ്ട്, എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. അവൾക്ക് അങ്ങനെ പിടിക്കാത്ത പ്രശ്നമൊന്നുമില്ല തലയിൽ. അങ്ങനെ എല്ലാ കുട്ടികളുണ്ടെങ്കിൽ തേപ്പിക്കാത്തതാണ് നല്ലത്. പിന്നെ ഈ പറയുന്ന പോലെ ജനറ്റിക്കലി നമുക്ക് ഹെയർ ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് തേച്ച ഉടനെ കുറേ മുടി വരിക അങ്ങനെയല്ല. നമ്മുടെ പുതിയ ബേബി ഹെയർസ് ഒക്കെ വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു എന്താ പറയുക നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പാത്രം ചെറുതായിട്ട് മാറ്റിയിട്ടോ. അത് ആ ഒരു ഉരുളിയിൽ വെളിച്ചെണ്ണ കാച്ചാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത് കുറച്ച് ചെറുതാണ്.
നമുക്ക് എണ്ണയൊക്കെ ഇതാക്കി അത് എന്താ പറയുക തിളച്ച് തൂവോ എന്നുള്ളൊരു പേടി കാരണം നമ്മൾ അത് ചേഞ്ച് ചെയ്തു. സ്ഥിരമായിട്ട് നമ്മൾ ഇതിലാണ് എണ്ണ കാച്ചാറ്. ഇപ്പം നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്, നല്ല ശുദ്ധമായ 100% ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ. നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 1 ലിറ്ററിനടുത്ത് എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി അതൊന്ന് രണ്ടും കൂടെ മിക്സായി വരും വരെ അത് ശരിക്ക് വെളിച്ചെണ്ണയായിട്ട് തന്നെ കംപ്ലീറ്റ് ഇളക്കി അത് കുറുകി വരുമ്പോഴേക്കും അങ്ങനെയായി വരും, ആ ഒരു പാകമായി വരും. ഇത് ശരിക്ക് കുറേ സമയം എടുക്കും. നമ്മൾ ഒരു ഉച്ച ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സന്ധ്യ ആയിട്ടുണ്ട് ഇത് എണ്ണ കാച്ചി കഴിയുമ്പോഴേക്കും. ശരിക്കും എണ്ണയായി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സമയത്ത് ഇതിന് ശേഷം ഇത് പാകമാവുക എങ്ങനെയാണെന്നുള്ളത് ഞാനിതിൻ്റെ തൊട്ടടുത്ത ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വെളിച്ചെണ്ണയുടെ പാകം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ക്രിസ്പിനെസ് വരുന്നതാണ് ഇത്. ശരിക്കും 2 തരമുണ്ട്, മെഴുപ്പാകവും മണൽപ്പാകവും. മെഴുപ്പാകം എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക ഒരു പശ ടൈപ്പിലേക്ക് ഉണ്ടാവുക. ഇത് കറക്റ്റ് പാകമാണ്. ആ ഒരു ഈ നമ്മൾ വെളിച്ചെണ്ണ പാകമായി എന്നറിയാം ഈ ഒരു ഇതിലാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ. നമുക്കിതിനൊരു ഗ്ലാസ് ജാറിലോട്ട് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ആ ഒരു എന്താ പറയുക എണ്ണ കാച്ചി ആ സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അരിച്ചെടുത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബോട്ടിലാണ്, വീട്ടിലുള്ളൊരു ബോട്ടിലെടുത്തിട്ട് അതിലൊഴിച്ച് വെക്കുന്നതാണ്. ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാനായിട്ട്. കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തേച്ച് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.